ഞാൻ എക്സ്പീരിയൻസ് തിരിഞ്ഞു പോകുന്നതാണ് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിലേക്ക് ആ മാമല മുകളിലേക്ക് നമ്മൾ ഓരോ ചവിട്ടുപടി കയറി നീങ്ങുകയാണ്. മല കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാണേണ്ട ആവേശത്തിൽ ഓടി കയറാൻ തുനിയരുത്. സാവധാനം പിച്ച വെച്ച് ഫസ്റ്റ് ഗിയറിലിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവുക. നമ്മളുടെ ഹൃദയത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അമിത വേഗതയിൽ നടന്നാൽ ശ്വാസമുട്ടൽ അനുഭവപ്പെടാം. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടി കൂടാതെ തന്നെ വിശ്രമിച്ച് അല്പനേരം ഇരുന്ന് ക്ഷീണം തീർത്തതിന് ശേഷം മല കയറിയാൽ മതി. ഇനി അങ്ങോട്ടുള്ള പ്രദേശത്ത് പീടികകളോ ജ്യൂസ് കടയോ ഇളനീർ പാർലറോ ഒന്നും ഉണ്ടായിരിക്കയില്ല. കുപ്പിവെള്ളം തന്നെ ശരണം. ഇവിടെ വളരെ പ്രത്യേകത ഉള്ളത്, എന്നെ ഏറ്റവും ആകർഷിച്ചത്, മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം ഫോട്ടോ എടുക്കാൻ, പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ അമിതമായ ചാർജ് വാങ്ങാറുണ്ട്. പക്ഷേ ഇവിടെ ക്യാമറ ഉപയോഗിക്കാനോ വീഡിയോ എടുക്കാനോ ഒരു ചാർജും അവർ വാങ്ങുന്നില്ല എന്നത് സന്തോഷകരമാണ്. കാഴ്ചകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ, അങ്ങനെ ജനപ്രീതി നേടട്ടെ എന്ന ഉദ്ദേശത്തിലായിരിക്കും അവർ വീഡിയോ ചെയ്യുന്നതിനൊക്കെ അനുവാദം നൽകിയിട്ടുള്ളത്. നല്ല ഒരു കീഴ്വഴക്കം തന്നെയാണ് അത്. ഇനി അങ്ങോട്ട് സാവധാനം സ്റ്റെപ്പുകളാണ്. കൽക്കൊണ്ടുണ്ടാക്കിയ കെട്ടിയ സ്റ്റെപ്പുകൾ. നമ്മളൊരു ഹിമാലയൻ പര്യടനത്തിന് പോകുന്നത് പോലെയാണ് എല്ലാവരുടെയും മനസ്സിൽ. ഈ എടക്കൽ ഗുഹ കയറി കൈയടക്കാൻ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകാൻ പോവുകയാണ്. നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. വളരെ ശ്രദ്ധിച്ച് കയറുക. സൈഡിലുള്ള കല്ലുകളും പാറക്കൂട്ടങ്ങളും അതുപോലെ ഗർത്തങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിമനോഹരമായ കാഴ്ചകളാണ്. കാട്ടിനുള്ളിൽ കൂടിയുള്ള യാത്ര എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഭവമാണ്. അനുഭവിച്ച് തന്നെ അറിയണം. പ്രകൃതി ഒരുക്കിയ നയനമനോഹരമായ കാഴ്ചകൾ. ഈ പാറക്കൂട്ടങ്ങൾക്ക് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. സാഹിത്യകാരന്മാർ പറയുന്നത് പോലെ കല്ലിനുമുണ്ടൊരു സൗരഭ്യം. സസ്യലതാദികൾ പല വർണ്ണങ്ങളിൽ ഉള്ള
ഇലകളോട് ചാർത്തിയ ഇലച്ചാർത്തുകൾ. നോക്കൂ, ഈ പാറ ഒരു കലാകാരൻ സൃഷ്ടിച്ചെടുത്തതുപോലെ, ചിട്ടയായി അടുക്കി വെച്ചതുപോലെ അതിമനോഹരമായി കാണപ്പെടുന്നു. ഒരു രൂപ നോട്ട് കൊടുത്താൽ